അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷ്, 31 വയസ്സ്. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. ഇന്നെനിക്ക് സ്വന്തമായി ചെറിയ ട്രാൻസ്പോർട്ട് ബിസിനസ് ഉണ്ട്. പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം 10 വർഷത്തോളം ഞാൻ മറ്റുള്ളവരുടെ ലോറി ഓടിച്ചാണ് ജീവിച്ചത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. പലതവണ ഈ കഥ ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആരും വിശ്വസിക്കില്ലെന്ന തോന്നലിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇന്ന് ആദ്യമായാണ് ഞാനത് പറയുന്നത്. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, അമ്മ ഒരു തയ്യൽക്കാരിയും. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒരിക്കലും മെച്ചമായിരുന്നില്ല. പല ദിവസങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം പോലും കഷ്ടപ്പെട്ട് കണ്ടെത്തേണ്ട അവസ്ഥയായിരുന്നു. ചെറുപ്പം മുതൽ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നത് ഒരു കാര്യത്തോടാണ്: ലോറികൾ. സ്കൂളിൽ പോകുമ്പോൾ ദേശീയപാതയിലൂടെ പോകുന്ന വലിയ അശോക് ലേലാൻഡ്, ടാറ്റ, എയ്ച്ചർ ലോറികൾ കാണാൻ ഞാൻ റോഡരികിൽ നിൽക്കുമായിരുന്നു. അവയുടെ വലിയ എഞ്ചിൻ്റെ ശബ്ദം, ഹോൺ, ഉയരമുള്ള ക്യാബിൻ എല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അമ്മ പലപ്പോഴും ചിരിക്കുമായിരുന്നു. ഇവന് പഠിക്കാനല്ല, ലോറി ഓടിക്കാനാണ് ഇഷ്ടം. അന്നത് തമാശയായി തോന്നിയിരുന്നു. പക്ഷേ അത് തന്നെയായിരുന്നു എൻ്റെ സ്വപ്നം. പഠനം കഴിഞ്ഞ ഉടനെ ഞാനൊരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ക്ലീനറായി ജോലിക്ക് ചേർന്നു. ശമ്പളം വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് പണം മാത്രമായിരുന്നില്ല ആവശ്യം, ലോറിയെക്കുറിച്ച് പഠിക്കാനായിരുന്നു. ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യുക, ടയർ മാറ്റാൻ പഠിക്കുക, ബ്രേക്കിൻ്റെ ലൈനർ പരിശോധിക്കുക, എഞ്ചിൻ്റെ ശബ്ദം കേട്ട് ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. 3 വർഷത്തിന് ശേഷം ഞാൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ആദ്യമായി ലോറിയുടെ സ്റ്റിയറിങ്ങിലിരുന്ന ദിവസം ഇന്നും ഓർമ്മയുണ്ട്. കൈകൾ വിയർക്കുകയായിരുന്നു. എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നെഞ്ചിടിപ്പ് കൂടി. എന്നാൽ കുറച്ച് കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ഇതാണ് എൻ്റെ ജീവിതം. വർഷങ്ങൾ കടന്നുപോയി. കേരളം മുഴുവൻ ഞാൻ ലോറി ഓടിച്ചു. പാലക്കാട്, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, കോയമ്പത്തൂർ, സേലം, എവിടെയെല്ലാം പോയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പകലും രാത്രിയും മഴയും വെയിലും ജീവിതം മുഴുവൻ റോഡിലായിരുന്നു. പക്ഷേ ഒരു സ്വപ്നം മാത്രം മാറിയില്ല. ഒരു ദിവസം എനിക്ക് സ്വന്തമായി ഒരു ലോറി വാങ്ങണം. ആ സ്വപ്നത്തിനു വേണ്ടിയാണ് ഞാൻ ഓരോ രൂപയും സൂക്ഷിച്ച് ചെലവഴിച്ചത്. അനാവശ്യ ചെലവുകളൊന്നും ചെയ്തില്ല. സുഹൃത്തുക്കൾ പുതിയ ബൈക്ക് വാങ്ങുമ്പോൾ ഞാൻ പഴയ ബൈക്ക് തന്നെ ഉപയോഗിച്ചു. പുതിയ ഫോൺ വാങ്ങാൻ പോലും മടിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: സ്വന്തമായൊരു ലോറി. അതിനിടയിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ ഭാര്യയുടെ പേര് ആതിര. എൻ്റെ സ്വപ്നങ്ങളേക്കാൾ കൂടുതൽ വിശ്വസിച്ച ഒരാളുണ്ടെങ്കിൽ അത് അവളായിരുന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ആതിരെ, ഒരു കാര്യം ചോദിച്ചാൽ വിഷമിക്കുമോ? അവൾ ചിരിച്ചു. നിങ്ങൾ ചോദിക്കൂ. ബാങ്ക് ലോൺ എടുത്തൊരു സെക്കൻഡ് ഹാൻഡ് ലോറി വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അവൾ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം എത്ര വർഷമായി കേൾക്കുന്നു. ഇനി പേടിക്കണ്ട, ധൈര്യമായി വാങ്ങിക്കോളൂ. ആ വാക്കുകൾ എനിക്കൊരു പുതിയ ധൈര്യം നൽകി. അടുത്ത ആഴ്ച തന്നെ ഞാൻ ബാങ്കിൽ പോയി. കുറച്ച് ദിവസത്തെ ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം ലോൺ അംഗീകരിച്ചു. വർഷങ്ങളായി കൂട്ടിവെച്ച സമ്പാദ്യവും ബാങ്ക് ലോണും ചേർത്താൽ ഒരു നല്ല സെക്കൻഡ് ഹാൻഡ് ലോറി വാങ്ങാൻ കഴിയുന്ന തുക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. കാരണം 10 വർഷത്തെ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയായിരുന്നു. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ വാങ്ങാൻ പോകുന്ന ആ ലോറി എൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ന് എൻ്റെ ജീവിതം മാറാൻ പോകുന്ന ദിവസമായിരിക്കുമോ? രാവിലെ ചായ കുടിക്കുമ്പോൾ ആതിര പറഞ്ഞു, ഇന്ന് ലോറി കാണാൻ പോകുന്നില്ലേ? അതെ, മനുവും കൂടെ വരും. നന്നായി പരിശോധിച്ചിട്ട് മാത്രം വാങ്ങണം. ഞാൻ ചിരിച്ചുകൊണ്ട് തല ഉലുക്കി. അതൊക്കെ നോക്കൂ. രാവിലെ 9 മണിയോടെ എൻ്റെ സുഹൃത്ത് മനു വീട്ടിലെത്തി. മനുവിന് ട്രാൻസ്പോർട്ട് മേഖലയുമായി നല്ല പരിചയമുണ്ടായിരുന്നു. പഴയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ പരിശോധിക്കണമെന്ന് അവന് നന്നായി അറിയാം. പോവാമല്ലോ, അവൻ ചോദിച്ചു. ഞങ്ങൾ ബൈക്കിൽ പുറപ്പെട്ടു. പാലക്കാട് ടൗൺ. പിന്നീട് കുറച്ചു ദൂരം പോയപ്പോൾ ഒരു പഴയ വാഹനയാർഡിലെത്തി. അവിടെ നിരവധി ട്രക്കുകളും ടിപ്പറുകളും പിക്കപ്പ് വാഹനങ്ങളും പാർക്ക് ചെയ്തിരുന്നു. എൻ്റെ കണ്ണ് ഉടനെ ഒരു വെള്ള അശോക് ലേലാൻഡ് 1616 പോയി. പുറത്തു നോക്കിയാൽ നല്ല വൃത്തിയായി സൂക്ഷിച്ച വാഹനമായിരുന്നു. പുതിയ പെയിൻ്റ് അല്ല, പക്ഷെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. മനു പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു. പുറത്തെ ഭംഗി നോക്കി തീരുമാനിക്കരുത്, ആദ്യം എഞ്ചിനും ചേസും നോക്കണം. അപ്പോഴാണ് ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങളാണോ അനീഷ്? അതെ.
ഞാൻ റഷീദ്. ഫോണിൽ സംസാരിച്ചത് ഞാനാണ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. വണ്ടി ആദ്യം കണ്ടു നോക്കൂ, ഇഷ്ടമായാൽ ടെസ്റ്റ് ഡ്രൈവ് പോവാം. ഞാൻ ലോറിയുടെ ചുറ്റും പതുക്കെ നടന്നു. ടയറുകൾ പരിശോധിച്ചു. ചേസിന് താഴെ ടോർച്ചടിച്ചു നോക്കി. വലിയ തുരുമ്പൊന്നും കണ്ടില്ല. ക്യാബിനിൽ കയറി. സീറ്റുകൾ പഴയതാണെങ്കിലും വൃത്തിയായിരുന്നു. ഡാഷ്ബോർഡ് നന്നായി സൂക്ഷിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൽ പിടിച്ച നിമിഷം എനിക്ക് പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം തോന്നി. ഇത് ഇനി എൻ്റെ ലോറി ആകുമോ? ആ ചിന്ത മാത്രം മനസ്സിൽ നിറഞ്ഞു. റഷീദ് കീ എടുത്ത് എനിക്ക് നൽകി. സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഞാൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ വളരെ സ്മൂത്തായി പ്രവർത്തിച്ചു. ഞാൻ ശ്രദ്ധയോടെ ശബ്ദം കേട്ടു. വലിയ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. മനുവും എൻജിൻ നോക്കി. ശബ്ദം നല്ലതാണ്, അവൻ പറഞ്ഞു. ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിനിറങ്ങി. പാലക്കാട് വാളയാർ റോഡിലൂടെ ഏകദേശം ഒരു 20 മിനിറ്റ് ഓടിച്ചു. ഗിയർ മാറ്റാനൊക്കെ നല്ല സുഖം. ക്ലച്ച് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ബ്രേക്കും ഓക്കെയാണ്. സ്റ്റിയറിങ്ങിൽ അനാവശ്യ വൈബ്രേഷൻ ഒന്നുമില്ല. എല്ലാം കണ്ടപ്പോൾ എനിക്ക് ആ ലോറി ഇഷ്ടപ്പെട്ടു. തിരിച്ചെത്തിയ ശേഷം വിലയെക്കുറിച്ച് സംസാരിച്ചു. അവസാന വില ഞാൻ ചോദിച്ചു. റഷീദ് കുറച്ചു നേരം ആലോചിച്ചു. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കുറച്ച് കുറക്കാം. മനു പതുപോലെ വിലപേശൽ തുടങ്ങി. ഏകദേശം അരമണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം രണ്ടുപേർക്കും സമ്മതമായ ഒരു വില തീരുമാനിച്ചു. ഞാൻ കൈ നീട്ടി. റഷീദിൻ്റെ കൈ മുറുകെ പിടിച്ചു. അഭിനന്ദനങ്ങൾ, അദ്ദേഹം പറഞ്ഞു. ആ നിമിഷം എൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതായി എനിക്ക് തോന്നി. പക്ഷേ എല്ലാ രേഖകളിലും ഒപ്പിടുന്നതിന് മുമ്പ് റഷീദ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി അപ്പോഴേക്കും മാഞ്ഞിരുന്നു. വളരെ പതുക്കെ അദ്ദേഹം ചോദിച്ചു, അനീഷ്, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അദ്ദേഹം കുറച്ച് നിമിഷം എന്നെ നോക്കി നിന്നു. ശേഷം പറഞ്ഞു, ഈ ലോറി രാത്രി ഒറ്റയ്ക്ക് ഓടിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ? ആ ചോദ്യം കേട്ട് ഞാൻ ചിരിച്ചു. ഞാൻ 10 വർഷമായി രാത്രി ലോറി ഓടിക്കുന്ന ആളാണ്. റഷീദ് നിർബന്ധിച്ചൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് സന്തോഷമല്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. റഷീദ് ചോദിച്ച ആ ചോദ്യം എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടാക്കിയെങ്കിലും ഞാനത് കാര്യമായി എടുത്തില്ല. രാത്രിയിൽ ലോറി ഓടിക്കാൻ പേടിയുണ്ടോ? ഒരു ലോറി ഡ്രൈവറോട് ചോദിക്കേണ്ട ചോദ്യമാണോ അത്? 10 വർഷമായി രാത്രിയും പകലും ഹൈവേകളിലൂടെ ഓടിക്കുന്ന എനിക്ക് അതൊരു തമാശ പോലെ തോന്നി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, രാത്രി തന്നെയാണ് ഞങ്ങളുടെ ജോലി. അതിന് പേടിച്ചിരുന്നെങ്കിൽ ഈ മേഖലയിൽ ഇത്ര വർഷം നിൽക്കാൻ പറ്റുമോ? റഷീദ് ഒന്നും പറഞ്ഞില്ല. ശരി, നമുക്ക് പേപ്പർ വർക്കുകൾ തീർക്കാം. അടുത്ത 2 ദിവസങ്ങൾ മുഴുവൻ ഓഫീസുകളിലൂടെയുള്ള ഓട്ടമായിരുന്നു. ആദ്യം RC ട്രാൻസ്ഫറിൻ്റെ രേഖകൾ, പിന്നെ ഇൻഷുറൻസ്, പെർമിറ്റും ടാക്സും പരിശോധിക്കൽ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഓരോ രേഖയും ഞാൻ 2-3 പ്രാവശ്യം പരിശോധിച്ചു. കാരണം ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു. ഒരു ചെറിയ പിഴവ് പോലും പിന്നീട് വലിയ പ്രശ്നമാകാം. 3-ാം ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഫോണിൽ ഒരു സന്ദേശം വന്നു, ഓണർഷിപ്പ് ട്രാൻസ്ഫർ കംപ്ലീറ്റഡ്. ആ സന്ദേശം കണ്ടപ്പോൾ കുറച്ച് നിമിഷം ഞാൻ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം മനുവിനെ വിളിച്ചു. മനുവേ, എന്താടാ? ഇനി ആ ലോറി എൻ്റെ പേരിലാണ്. അവൻ ചിരിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ എൻ്റെ വകയല്ല, നിൻ്റെ വക. ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. വൈകുന്നേരം ഞാൻ ആദ്യമായി ആ ലോറി എൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിയറിങ് പിടിച്ച നിമിഷം മനസ്സിലൊരു അഭിമാനം. ഈ സ്റ്റിയറിങ് ഇനി മറ്റൊരാളുടേതല്ല, എൻ്റേതാണ്. ഞാൻ പതുക്കെ ലോറി വീട്ടിലേക്ക് ഓടിച്ചു. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ആതിരയും അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നു. ആതിരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇത്ര വർഷത്തെ സ്വപ്നം ഒടുവിൽ സ്വന്തമായില്ലേ? അവൾ സ്റ്റിയറിങ്ങിൽ കൈവച്ച് പറഞ്ഞു. അമ്മ ഒരു നാരങ്ങയും കുങ്കുമവും കൊണ്ടുവന്നു. ചെറിയൊരു പൂജ നടത്തി. അച്ഛൻ ലോറിയുടെ മുൻവശത്ത് കൈവച്ച് പറഞ്ഞു, സുരക്ഷിതമായി ഓടിച്ചാൽ മതി, പണം പിന്നെ വരും. ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞാൻ ലോറി പാലക്കാട്ടെ പരിചയമുള്ള മെക്കാനിക് ശശിയുടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. ശശിയേട്ടാ, മുഴുവനൊന്ന് പരിശോധിക്കണം. അദ്ദേഹം ചിരിച്ചു. പുതിയ ലോറി വാങ്ങിയ സന്തോഷത്തിൽ നേരെ റോഡിലിറങ്ങരുത്. ആദ്യമെല്ലാം പരിശോധിക്കാം. ഏകദേശം 4 മണിക്കൂർ അദ്ദേഹം ലോറി പരിശോധിച്ചു. ബ്രേക്ക്, ക്ലച്ച്, സസ്പെൻഷൻ, ഓയിൽ, ഫിൽട്ടറുകൾ എല്ലാം. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം കൈ തുടച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അനീഷ്, പറയൂ ശശിയേട്ടാ. മെക്കാനിക്കലി വണ്ടി നല്ലതാണ്, പക്ഷേ അദ്ദേഹം വാക്ക് പാതിയിൽ നിർത്തി. പക്ഷേ എന്താ? അദ്ദേഹം ക്യാബിനിലേക്ക് ഒന്ന് നോക്കി. ശേഷം ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഈ ക്യാബിൻ എന്തുകൊണ്ടോ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ചിരിച്ചു. അതെന്താ? അറിയില്ല, വെറുതെ ഒരു തോന്നൽ. ഞാനത് കാര്യമായി എടുത്തില്ല. എന്നാൽ
ആ ദിവസമാണ് രണ്ടാമത്തെ ആളും ഈ ലോറിയെക്കുറിച്ച് ഒരു വിചിത്രമായ അസ്വസ്ഥത പറഞ്ഞത്. ആദ്യം റഷീദ്, ഇപ്പോൾ ശശിയേട്ടൻ. എങ്കിലും എൻ്റെ മനസ്സിലൊരു കാര്യം മാത്രമായിരുന്നു, എൻ്റെ ആദ്യ ലോഡ് എപ്പോഴാണ് കിട്ടുക? കാരണം ആ ലോറി എൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടിയാകാൻ ഇനി അധിക സമയം വേണ്ടി വന്നില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു. അന്ന് എനിക്ക് പ്രത്യേക ദിവസമായിരുന്നു. കാരണം ഇന്ന് എൻ്റെ സ്വന്തം ലോറിയിൽ ആദ്യമായി ചരക്ക് കയറ്റി യാത്ര പോകാനായിരുന്നു. രാവിലെ 6 മണിയോടെ കുളിച്ച് തയ്യാറായി. ആതിര ചൂട് ചായ കൊണ്ടുവന്നു. ഇന്ന് ആദ്യ ട്രിപ്പല്ലേ, നല്ലപോലെ പോയിട്ട് വരണം. ഞാൻ ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. പേടിക്കണ്ട, വൈകുന്നേരമോ രാത്രിയോ വിളിക്കാം. അവളൊരു ചെറിയ പുഞ്ചിരിയോടെ എൻ്റെ കയ്യിലൊരു ചെറിയ കവറിൽ പൊതിഞ്ഞത് തന്നു. ഇതെന്താ? തുറന്നു നോക്കണ്ട, ലോറിയിൽ വെച്ചാൽ മതി. ഞാൻ തുറന്നു നോക്കിയില്ല. ലോറിയിൽ കയറിയ ശേഷം നോക്കാമെന്ന് കരുതി. രാവിലെ 7 മണിക്ക് ഞാൻ ലോറിയുടെ അടുത്തെത്തി. മഴ പെയ്തിട്ടില്ല, ആകാശം തെളിഞ്ഞിരുന്നു. ലോറിയുടെ മുൻവശം തുടച്ച് വൃത്തിയാക്കി. ടയറുകളുടെ കാറ്റ് പരിശോധിച്ചു. ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാം വീണ്ടും ഒരിക്കൽ കൂടി നോക്കി. എൻ്റെ അച്ഛൻ പതുക്കെ അടുത്തു വന്നു. അനീഷേ, പറയൂ അച്ഛാ. വണ്ടി എത്ര നല്ലതായാലും ഡ്രൈവറുടെ ശ്രദ്ധയാണ് ഏറ്റവും വലിയ സുരക്ഷ. ഞാൻ തലകുലുക്കി. ആ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചു. ഞാൻ ക്യാബിനിൽ കയറി. ആതിര തന്ന ചെറിയ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു ചെറിയ ഗണപതി പ്രതിമയും ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ആ കുറിപ്പിൽ എഴുതിയിരുന്നത്, പണം സമ്പാദിക്കുന്നതിലും പ്രധാനമാണ് സുരക്ഷിതമായി വീട്ടിൽ തിരികെ എത്തുന്നത്. സൂക്ഷിച്ചു പോകണം. ഞാൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ആ പ്രതിമ ഡാഷ്ബോർഡിൽ വെച്ചു. രാവിലെ 9 മണിയോടെ എനിക്കൊരു ഫോൺ വന്നു. അനീഷേ, ഞാൻ സാബു ആണ് സംസാരിക്കുന്നത്. സാബു ചേട്ടൻ പാലക്കാട് ഭാഗത്ത് ചരക്ക് ബുക്ക് ചെയ്യുന്ന ഏജൻ്റായിരുന്നു. ആദ്യ ട്രിപ്പ് റെഡിയാണ്. എവിടേക്കാ ചേട്ടാ? പാലക്കാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മെഷീൻ സ്പെയർ പാർട്സാണ്. എത്ര ടണ്ണുണ്ട്? ലോഡിന് നിൻ്റെ വണ്ടി മതി. എൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എൻ്റെ സ്വന്തം ലോറിയിലെ ആദ്യത്തെ ബിസിനസ്. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഗോഡൗണിലെത്തി. അവിടെ തൊഴിലാളികൾ ക്രെയിൻ ഉപയോഗിച്ച് ചരക്ക് കയറ്റുകയായിരുന്നു. ഓരോ സാധനവും ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഭാരം ശരിയായി വിതരണം ചെയ്തിട്ടുണ്ടോ, ചെയിനുകൾ മുറുക്കിയിട്ടുണ്ടോ, ടാർപോളിൻ നന്നായി കെട്ടിയിട്ടുണ്ടോ, ഒന്നൊന്നായി പരിശോധിച്ചു. ഇതെൻ്റെ ആദ്യ ട്രിപ്പായിരുന്നു. ഒരു തെറ്റും വരാൻ പാടില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ സാബു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. അനീഷേ, പറയൂ ചേട്ടാ, ഇന്ന് രാത്രി തന്നെ കോയമ്പത്തൂരിൽ എത്തിച്ചാൽ നാളെ രാവിലെ തന്നെ അടുത്ത ലോഡും കിട്ടും. ഞാൻ ചിരിച്ചു. കുഴപ്പമില്ല ചേട്ടാ. വൈകുന്നേരം 6:30 സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഞാൻ ലോറിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. ഗേറ്റ് കടന്ന് ഹൈവേയിലേക്ക് കയറുമ്പോൾ ഞാൻ റിയർ വ്യൂ മിററിൽ ഒരിക്കൽ നോക്കി. ചരക്ക് സുരക്ഷിതമായിരുന്നു. എല്ലാം സാധാരണ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ യാത്രയാണ് ഞാനെന്ന് കരുതി. എന്നാൽ ആ രാത്രി വാളയാർ ചെക്ക് പോസ്റ്റ് പിന്നിട്ടതോടെ ഈ ലോറി സാധാരണ ഒരു വാഹനമല്ലെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കാൻ പോവുകയായിരുന്നു. വൈകുന്നേരം 6:30 പാലക്കാട് വിട്ട ഞാൻ രാത്രി പതുക്കെ വാളയാർ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഹൈവേയിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയാൻ തുടങ്ങിയിരുന്നു. മുന്നിൽ നീണ്ട റോഡ്, ഇരുവശവും ഇരുട്ട് പതിയെ കട്ടിയാവുന്നു. ക്യാബിനുള്ളിൽ എഞ്ചിൻ്റെ താളവും ഇടയ്ക്കിടെ റേഡിയോയിൽ കേൾക്കുന്ന പഴയ മലയാളം പാട്ടുകളും മാത്രം. ഇത്തരം രാത്രി യാത്രകൾ എനിക്ക് പുതുമയല്ല. 10 വർഷത്തിനിടെ 100 കണക്കിന് രാത്രികൾ ഞാൻ ഹൈവേയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ ഒരിക്കലും പേടിപ്പിച്ചില്ല. വാളയാർ ചെക്ക് പോസ്റ്റിലെ നടപടികൾ കഴിഞ്ഞ് ഞാൻ തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നു. ചരക്കിൻ്റെ രേഖകൾ പരിശോധിച്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ശരി, പൊയ്ക്കോളൂ. ഞാൻ നന്ദി പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. അന്ന് രാത്രി കാലാവസ്ഥ വളരെ ശാന്തമായിരുന്നു. മഴയില്ല, കാറ്റുപോലും അധികമില്ല. പക്ഷേ അറിയാത്ത എന്തോ ഒരു അസ്വസ്ഥത മനസ്സിൽ പതിയെ നിറയാൻ തുടങ്ങി. ചിലപ്പോൾ ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവാറുണ്ട്. രാത്രി കുറച്ചുകൂടി ആഴമായി. ഹൈവേയിൽ വാഹനങ്ങൾ കുറഞ്ഞു. ഇടയ്ക്കിടെ വലിയ ട്രെയിലറുകളും ഓയിൽ ടാങ്കറുകളും എതിർദിശയിൽ കടന്നു പോകും. അവയുടെ ഹെഡ്ലൈറ്റുകൾ ഒരു നിമിഷം ക്യാബിൻ മുഴുവൻ വെളിച്ചമാകും. പിന്നെ വീണ്ടും ഇരുട്ട്. ഞാൻ ഡാഷ്ബോർഡിലെ ഗണപതി പ്രതിമയിലേക്കൊന്ന് നോക്കി. ആതിര നൽകിയ കുറിപ്പ് ഓർമ്മ വന്നു. സുരക്ഷിതമായി വീട്ടിൽ തിരികെ എത്തണം. ഞാൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചായക്കട കണ്ടു. അവിടെ 2-3 ലോറികൾ പാർക്ക് ചെയ്തിരുന്നു. ഞാനും ലോറി ഒതുക്കി നിർത്തി. ചായ കുടിക്കാനും മുഖം കഴുകാനുമായി ഇറങ്ങി. അവിടെ പരിചയമുള്ള ഒരു മുതിർന്ന ഡ്രൈവറെ കണ്ടു. അദ്ദേഹം എന്നെ നോക്കി ചോദിച്ചു, പുതിയ ലോറിയാണോ? അതെ ചേട്ടാ, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഏതാ മോഡൽ? അശോക് ലൈലാൻഡ് 1616. അദ്ദേഹം തല ഉലുക്കി.
നന്നായി നോക്കിക്കോ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ ആദ്യ മാസങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ചിരിച്ചു. അതേ ചേട്ടാ. ആ സംഭാഷണം സാധാരണ ഉപദേശമായിരുന്നു. എന്നാൽ ആ സമയത്ത് മറ്റൊന്നും വിചിത്രമായി തോന്നിയില്ല. ചായ കുടിച്ച് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. രാത്രി കൂടുതൽ നിശബ്ദമായി. റേഡിയോയിൽ സിഗ്നൽ നഷ്ടമായി. ഞാനത് ഓഫ് ചെയ്തു. ഇപ്പോൾ കേൾക്കുന്നത് എഞ്ചിൻ്റെ ശബ്ദവും ടയറുകൾ റോഡിലൂടെ ഉരുളുന്ന ശബ്ദവും മാത്രം. പെട്ടെന്ന് ഡാഷ്ബോർഡിൽ ഒരു ചെറിയ ഡിങ് ശബ്ദം കേട്ടു. ഞാൻ മീറ്ററുകളിലേക്ക് നോക്കി. എല്ലാം സാധാരണ. എഞ്ചിൻ ടെമ്പറേച്ചർ ശരിയാണ്. ഓയിൽ പ്രഷർ ശരിയാണ്. ഒരു മുന്നറിയിപ്പ് ലൈറ്റുമില്ല. ഒരു പക്ഷേ ചെറിയ സെൻസർ ശബ്ദമായിരിക്കും, ഞാൻ മനസ്സിൽ പറഞ്ഞു. വീണ്ടും റോഡിലേക്ക് ശ്രദ്ധിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം. ടിങ്. ഈ തവണ ഞാൻ ലോറി പതുക്കെ സൈഡാക്കി നിർത്തി. ടോർച്ച് എടുത്തിറങ്ങി. 4 ടയറുകളും പരിശോധിച്ചു. ലോഡിൻ്റെ കെട്ടുകൾ പരിശോധിച്ചു. ഡീസൽ ടാങ്ക് നോക്കി. ഒന്നും അസാധാരണമല്ല. വീണ്ടും ക്യാബിനിൽ കയറി. സ്റ്റാർട്ട് ചെയ്യാൻ കീ തിരിച്ചതോടെ ഡാഷ്ബോർഡിലെ ഡിജിറ്റൽ ക്ലോക്ക് ഒരു നിമിഷം 00 എന്ന് കാണിച്ചു. അടുത്ത സെക്കൻഡിൽ അത് വീണ്ടും ശരിയായ സമയം കാണിച്ചു. ബാറ്ററി കണക്ഷൻ ലൂസായിരിക്കുമോ, ഞാൻ സ്വയം പറഞ്ഞു. അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ അറിവില്ലാതെ ആ രാത്രി ആദ്യമായി ആ ലോറി എനിക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞാൻ വീണ്ടും ലോറി സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ ശബ്ദം പഴയതുപോലെ തന്നെ. ഒന്നുമില്ല. ചെറിയ ഇലക്ട്രിക്കൽ പ്രശ്നമായിരിക്കും, സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര തുടർന്നു. രാത്രി കൂടുതൽ നിശബ്ദമായി. ഹൈവേയിൽ ഇപ്പോൾ ഇടയ്ക്കിടെ മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മുന്നിൽ നീണ്ട റോഡ്, ഇരുവശവും കറുത്ത ഇരുട്ട്. ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ മാത്രം വഴി കാണിച്ചുകൊണ്ടിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ആതിരയായിരുന്നു. ഞാൻ ബ്ലൂടൂത്ത് വഴി കോൾ എടുത്തു. ഹലോ, എവിടെ എത്തി? വാളയാർ കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ്. ഭക്ഷണം കഴിച്ചോ? ചായ കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിക്കൂ. ഉറക്കം വന്നാൽ നിർബന്ധമായി വണ്ടി നിർത്തി വിശ്രമിക്കണം. അതൊക്കെ നോക്കാം, അവൾ പതിവ് പോലെ പറഞ്ഞു. ശ്രദ്ധിച്ച് ഓടിക്കണം. അവളുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സൊന്ന് ശാന്തമായി. ഞാൻ വീണ്ടും റേഡിയോ ഓണാക്കി. സിഗ്നൽ കിട്ടിയില്ല. വീണ്ടും ഓഫ് ചെയ്തു. അതേ സമയത്താണ് റിയർ വ്യൂ മിററിലേക്ക് അറിയാതെ എൻ്റെ കണ്ണ് പോയത്. ആദ്യമെല്ലാം സാധാരണ. പിന്നിൽ കെട്ടിയ ചരക്ക്, ടാർപോളിൻ, അതിനു മുകളിൽ പതിയുന്ന ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം. പക്ഷേ ഒരു നിമിഷം ചരക്കിൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് വീണ്ടും നോക്കി. ഒന്നുമില്ല, ചരക്ക് മാത്രം. ക്ഷീണം കൊണ്ടുള്ള തോന്നലായിരിക്കും, ഞാൻ സ്വയം ആശ്വസിച്ചു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ അതേ തോന്നൽ വീണ്ടും. ഈ തവണ മിററിലൂടെ ഒരു വെളുത്ത ഷർട്ട് ധരിച്ച ഒരാളുടെ തോളിൻ്റെ ഭാഗം മാത്രം ഒരു നിമിഷം കണ്ടതുപോലെ. ഞാൻ ഉടൻ ബ്രേക്ക് അമർത്തി. ലോറി പതുക്കെ സൈഡിലേക്ക് ഒതുക്കി. ടോർച്ചെടുത്തിറങ്ങി ലോഡിൻ്റെ പിന്നിലേക്ക് നടന്നു. ടാർപോളിൻ അയച്ച് പരിശോധിച്ചു. ഓരോ കെട്ടും നോക്കി. ആരുമില്ല. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. അനീഷേ, നീ തന്നെ പേടിക്കുകയാണ്. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. വീണ്ടും ക്യാബിനിൽ കയറി. വാതിലടച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കീ തിരിച്ചു. അപ്പോഴാണ് ക്യാബിനുള്ളിൽ ഒരു മണം. പഴയ മഴ നനഞ്ഞ വസ്ത്രത്തിൻ്റെ മണം. ഞാൻ ജനൽ തുറന്നു. പുറത്തുനിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. എന്നിട്ടും ആ മണം മാറിയില്ല. ഒരുപക്ഷെ പഴയ സീറ്റ് കവറിൻ്റെ മണമാകാം, ഞാൻ മനസ്സിൽ പറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് ക്യാബിനിൻ്റെ പിന്നിൽ നിന്ന് വളരെ മൃദുമായൊരു ശബ്ദം. ടക്ക്. ഞാൻ പിന്നിലേക്ക് നോക്കി. ഒന്നുമില്ല. വീണ്ടും ടക്ക് ടക്ക്. ആരോ ക്യാബിൻ്റെ പിന്നിൽ വിരൽ കൊണ്ട് പതുക്കെ മുട്ടുന്നത് പോലെ. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ റേഡിയോയുടെ വോളിയം കൂട്ടി, ശബ്ദം മറക്കാൻ. പക്ഷേ ആ മുട്ടൽ വീണ്ടും കേട്ടു. ഈ തവണ അതെൻ്റെ സീറ്റിൻ്റെ തൊട്ട് പിന്നിൽ നിന്നായിരുന്നു. ഞാൻ പതുക്കെ റിയർ വ്യൂ മിററിലേക്ക് നോക്കി. മിററിൻ്റെ ഒരു കോണിൽ വെളുത്ത ഷർട്ട് ധരിച്ച ഒരാളുടെ കൈ. ഒരു നിമിഷം മാത്രം. പിന്നെ അത് അപ്രതീക്ഷമായി. എൻ്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുക്കെ പിടിച്ചു. ആ രാത്രി ആ ലോറിയിൽ ഞാൻ ശരിക്കും ഒറ്റക്കായിരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. പക്ഷേ 10 വർഷമായി ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പഠിച്ചിരുന്നു. പേടിച്ച് വാഹനം നിർത്തരുത്. ആദ്യം മനസ്സ് ശാന്തമാക്കണം. ഞാനൊരു ദീർഘശ്വാസം വിട്ടു. വീണ്ടും റിയർ വ്യൂ മിററിലേക്ക് നോക്കി. ഒന്നുമില്ല, ചരക്ക് മാത്രം. അനീഷേ, ഇത് ക്ഷീണം കൊണ്ടുള്ള തോന്നലാണ്, ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ്
ഡാഷ്ബോർഡിൽ വെച്ചിരുന്ന ചെറിയ ഗണപതി പ്രതിമ പതുക്കെ വിറക്കാൻ തുടങ്ങിയത്. റോഡ് അത്ര മോശമല്ലായിരുന്നു, എന്നിട്ടും പ്രതിമ ചെറുതായി കുലുങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ റോഡിലേക്ക് ശ്രദ്ധിച്ചു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അത് സാധാരണ നിലയിലായി. ഒരു പക്ഷേ ചെറിയ വൈബ്രേഷൻ, ഞാൻ വീണ്ടും സ്വയം പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി ഞാൻ കേട്ട അടുത്ത ശബ്ദം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അനീഷ്. വളരെ മൃദുവായൊരു ശബ്ദം, ആരോ എൻ്റെ പേര് വിളിച്ചതുപോലെ. ഞാൻ പെട്ടെന്ന് ചുറ്റും നോക്കി. ക്യാബിനിൽ മറ്റാരുമില്ല, ഫോൺ കോൾ ഒന്നുമില്ല, റേഡിയോ ഓഫാണ്, ജനലടഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ്റെ ശബ്ദം മാത്രം. ഞാൻ കുറച്ച് നിമിഷം ഒന്നും പറയാതെ മുന്നോട്ട് നോക്കി. ഇല്ല, ഇതെൻ്റെ തോന്നലായിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും അതേ ശബ്ദം. ഈ തവണ കുറച്ചുകൂടി വ്യക്തമായി. അനീഷ്. ഞാൻ അറിയാതെ ബ്രേക്ക് പതുക്കെ അമർത്തി. ലോറി റോഡരികിലേക്ക് ഒതുക്കി. ഹസാർഡ് ലൈറ്റുകൾ ഓണാക്കി. ടോർച്ചെടുത്ത് പതുക്കെ ഇറങ്ങി. ക്യാബിൻ്റെ ചുറ്റും നടന്നു. എൻജിൻ പരിശോധിച്ചു. ബാറ്ററി ബോക്സ്, ഫ്യൂവൽ ടാങ്ക്, ചേസ് എല്ലാം സാധാരണ. പക്ഷേ ക്യാബിൻ്റെ വലതുവശത്ത് എത്തുമ്പോൾ എൻ്റെ കണ്ണൊരു കാര്യത്തിൽ പതിഞ്ഞു. വെള്ള പൊടി പിടിച്ചിരുന്ന ഫുഡ് സ്റ്റെപ്പിൽ ഒരു ചെളി നിറഞ്ഞ കാൽപ്പാട്. ഞാൻ ഞെട്ടി. ഇത് എൻ്റെ ഷൂവിൻ്റെ അടയാളമല്ല. ഞാൻ അവിടെ കാല് വെച്ചിരുന്നില്ല. മഴയും പെയ്തിട്ടില്ല. പിന്നെ ആ കാൽപ്പാട് എവിടെ നിന്ന് വന്നു? ഞാൻ ടോർച്ച് അടുത്തേക്ക് കൊണ്ടുവന്നു. അതൊരു നഗ്നപാദത്തിൻ്റെ അടയാളം പോലെയായിരുന്നു. ഞാനൊരു ഫോട്ടോ എടുക്കാൻ മൊബൈൽ എടുത്തു. പക്ഷേ ക്യാമറ തുറക്കുന്നതിന് മുമ്പ് ആ കാൽപ്പാട് എൻ്റെ കണ്ണിന് മുന്നിൽ പതുക്കെ മാഞ്ഞുപോയി. ഒരാളത് തുടച്ചു മാറ്റിയതുപോലെ. എൻ്റെ ശരീരമാകെ ഒരു തണുപ്പ് പടർന്നു. ഞാനൊന്നും പറയാതെ വീണ്ടും ക്യാബിനിൽ കയറി. വാതിലടച്ചു. ഈ തവണ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഡാഷ്ബോർഡിൻ്റെ വലതുകോണിൽ ഒരു പഴയ താക്കോൽ കൂട്ടം കിടക്കുന്നു. ഞാനത് മുമ്പ് കണ്ടിരുന്നില്ല. അതെടുത്തു നോക്കി. ഒരു ചെറിയ തുരുമ്പ് പിടിച്ച താക്കോൽ. അതിൽ മങ്ങിയ അക്ഷരങ്ങളിൽ ഒരു നമ്പർ മാത്രം, 17. ഇതെവിടെ നിന്നാണ് വന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു. റഷീദ് ലോറി കൈമാറുമ്പോൾ ഇങ്ങനൊരു താക്കോൽ ഉണ്ടായിരുന്നില്ല. ഞാനത് ഡാഷ്ബോർഡിൽ തന്നെ വെച്ചു. അപ്പോഴാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ പേര് തെളിഞ്ഞു. റഷീദ് കാളിംഗ്. രാത്രി വളരെ വൈകിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹം എന്തിനാണ് വിളിക്കുന്നത്? ഒരു നിമിഷം അടിച്ചെങ്കിലും ഞാൻ കോൾ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞ ആദ്യ വാക്ക് കേട്ടപ്പോൾ എൻ്റെ കൈകളിൽ നിന്നും ഫോൺ വൈതിപ്പോയി. അനീഷ്, ആ ലോറിയുടെ ഡാഷ്ബോർഡിൽ പഴയ താക്കോല് കണ്ടോ? ഞാൻ കുറച്ച് നിമിഷം ഒന്നും സംസാരിച്ചില്ല. ശേഷം പതുക്കെ മറുപടി പറഞ്ഞു. അതെ, പക്ഷെ ചേട്ടൻ എങ്ങനെ അറിയാം? ഫോണിൻ്റെ മറുവശത്ത് നിശബ്ദത. ഏകദേശം 10 സെക്കൻഡ്. പിന്നെ റഷീദ് ദീർഘമായി ശ്വാസം വിട്ടു. ഞാനത് എടുത്തു മാറ്റിയാണെന്നാണ് വിചാരിച്ചത്. എൻ്റെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി. എന്താ ചേട്ടാ, എന്താണ് നടക്കുന്നത്? റഷീദ് ഉടനെ മറുപടി പറഞ്ഞില്ല. പകരം ഒരു കാര്യം ചോദിച്ചു. നിനക്കിതുവരെ എന്തെങ്കിലും അസാധാരണമായി തോന്നിയോ? ഞാൻ കുറച്ചു നേരം ആലോചിച്ചു. റിയർ വ്യൂ മിററിൽ കണ്ട രൂപം, ക്യാബിനിലെ മുട്ടൽ, നനഞ്ഞ വസ്ത്രത്തിൻ്റെ മണം, ചെളി നിറഞ്ഞ കാൽപ്പാട്. ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഇല്ല, ഒന്നുമില്ല, ഞാൻ കള്ളം പറഞ്ഞു. അദ്ദേഹം പതുക്കെ പറഞ്ഞു. നാളെ രാവിലെ പാലക്കാട് എത്തുമ്പോൾ എന്നെ നേരിൽ കാണണം. ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. എന്താണ് കാര്യം? ഇപ്പോൾ ചോദിക്കരുത്. അതും പറഞ്ഞ് അദ്ദേഹം ഫോൺ കോൾ അവസാനിപ്പിച്ചു. ഞാൻ കുറച്ചു നിമിഷം ഫോൺ നോക്കിയിരുന്നു. പിന്നെ ആ പഴയ താക്കോൽ കയ്യിലെടുത്ത്. ചെറിയ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു വശത്ത് കൊത്തിയിരിക്കുന്നത് 17, മറുവശത്ത് വളരെ മങ്ങിയ ഒരു ഇംഗ്ലീഷ് അക്ഷരം W. ഇത് ഏതിൻ്റെ താക്കോലായിരിക്കും? എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. രാത്രി കൂടുതൽ ആഴത്തിലായി. ഹൈവേയിൽ ഇപ്പോൾ അപൂർവമായി മാത്രമേ വാഹനങ്ങൾ കാണുന്നുള്ളൂ. മുന്നിൽ ഇരുട്ട് മാത്രം. അപ്പോഴാണ് ഡാഷ്ബോർഡിൽ കിടന്നിരുന്ന താക്കോൽ സ്വയം ചെറിയൊരു ശബ്ദത്തോടെ നീങ്ങിയത്. ഞാൻ ഞെട്ടി അതിലേക്ക് നോക്കി. ലോറി നേരായ റോഡിലായിരുന്നു. കഠിനമായ കുഴികളൊന്നുമില്ല. എന്നിട്ടും താക്കോൽ പതുക്കെ ഡാഷ്ബോർഡിലൂടെ നീങ്ങി. അത് വാതിലിൻ്റെ ഭാഗത്തേക്കല്ല, ഗ്ലോ ബോക്സിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ഞാൻ കണ്ണിമക്കാതെ നോക്കി. അത് ഗ്ലോ ബോക്സിന് മുന്നിലെത്തി നിന്നു. എൻ്റെ മനസ്സിലൊരു സംശയം. ഇത് യാദൃച്ഛികമാണോ? ഞാൻ ലോറി സൈഡിലേക്ക് ഒതുക്കി.
ഗ്ലോ ബോക്സ് തുറന്നു. അതിനുള്ളിൽ വാഹനത്തിൻ്റെ മാനുവലും ഇൻഷുറൻസ് കോപ്പിയും ചില പഴയ ബില്ലുകളും മാത്രം. അവ എടുത്തപ്പോൾ അടിയിലൊരു ചെറിയ തവിട്ടു നിറമുള്ള കവറുണ്ടായിരുന്നു, പൊടി പിടിച്ച് പഴകിയ നിലയിൽ. ആ കവറിന് മുകളിൽ കൈകൊണ്ട് എഴുതിയിരുന്നത്, ഈ കവർ പുതിയ ഉടമ മാത്രം തുറക്കുക. എൻ്റെ തൊണ്ട വരണ്ടു. കാരണം ആ കൈയക്ഷരം റഷീദിൻ്റേതല്ലായിരുന്നു. ഞാൻ പതുക്കെ ആ കവർ കയ്യിലെടുത്തു. അത് തുറക്കാൻ പോകുന്ന നിമിഷം എൻ്റെ ഫോണിൽ വീണ്ടും റഷീദിൻ്റെ കോൾ എടുത്തതും അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അനീഷ്, ആ കവർ ഇപ്പോൾ തുറക്കരുത്. ആ വാക്കുകൾ കേട്ട നിമിഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അകത്തു നിന്ന് ആരോ പതുക്കെ മുട്ടുന്നത് പോലെ ടക്ക് ടക്ക് എന്ന ശബ്ദം കേട്ടു. ഞാൻ ഉടനെ കവർ സീറ്റിന് മുകളിലേക്ക് വെച്ചു. ഫോൺ ഇപ്പോഴും ചെവിയിലായിരുന്നു. റഷീദേട്ടാ, ഈ കവറിനുള്ളിൽ എന്താണ്? അദ്ദേഹം കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അതിപ്പോൾ തുറക്കരുത്. ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. ചേട്ടാ, എന്താണ് നടക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു ദീർഘശ്വാസം വിട്ടു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. എൻ്റെ നെഞ്ചെടുപ്പ് വീണ്ടും കൂടി. ഈ ലോറി വാങ്ങിയത് പുതിയതല്ലായിരുന്നു അനീഷ്. എനിക്കറിയാം. അല്ല, ഞാൻ പറയുന്നത് അതല്ല. അപ്പോൾ ഈ ലോറി എനിക്ക് മുമ്പ് മറ്റൊരാളുടേതായിരുന്നു. അതിലെന്താണ് പ്രശ്നം? റഷീദിൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവമായി. ആ ഉടമയുടെ പേര് സുരേഷ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഫോണിൻ്റെ മറുവശത്ത് വീണ്ടും നിശബ്ദത. ശേഷം, അത് ഞാൻ നേരിൽ പറയും. ഞാൻ അസ്വസ്ഥനായി. ചേട്ടാ, പാതി പറഞ്ഞിട്ട് നിർത്തരുത്. നീ ഇപ്പോൾ എവിടെയാ? ഞാൻ സ്ഥലം പറഞ്ഞു. അദ്ദേഹം ഉടനെ പറഞ്ഞു, അവിടെ നിന്ന് നേരെ യാത്ര തുടരൂ. വഴിയിലെവിടെയും അധിക നേരം നിൽക്കണ്ട. പക്ഷെ എന്തിന്? നാളെ രാവിലെ എന്നെ കണ്ടാൽ എല്ലാം മനസ്സിലാകും. കോൾ അവസാനിപ്പിച്ചു. ഞാൻ കുറച്ചു നേരം സീറ്റിൽ ചാരിയിരുന്നു. മനസ്സിൽ 100 ചോദ്യങ്ങൾ. സുരേഷ് ആരാണ്? എന്തുകൊണ്ടാണ് റഷീദ് സത്യം മറച്ചു വെച്ചത്? ഈ കവറിനുള്ളിൽ എന്താണ്? ഞാൻ വീണ്ടും കവറിലേക്ക് നോക്കി. ഇപ്പോൾ യാതൊരു ശബ്ദവുമില്ല. ധൈര്യം സംഭരിച്ച് ഞാൻ അത് പതുക്കെ തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ കറുപ്പ് ഫോട്ടോ, ഒരു മടക്കിയ പേപ്പർ, ഒരു ചെറിയ താക്കോൽ. ആ താക്കോലിൻ്റെ നമ്പർ 17. എൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലിൻ്റെ നമ്പറും 17. ഞാൻ രണ്ടും ചേർത്ത് നോക്കി. രണ്ടും ഒരേ രൂപം, ഒരേ നമ്പർ. ആദ്യം ഫോട്ടോ എടുത്തു. അതിൽ 3 പേരുണ്ടായിരുന്നു. ഒരാൾ ഏകദേശം 50 വയസ്സുള്ള ഡ്രൈവർ. അരികിൽ ഒരു 20-25 വയസ്സ് പ്രായമുള്ള ഒരു ക്ലീനർ. മറ്റൊരാൾ ലോറിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ. അവൻ്റെ മുഖം മാത്രം ആരോ കറുത്ത മഷി കൊണ്ട് പൂർണ്ണമായും മായ്ച്ചിരുന്നു. ആരാണത് ചെയ്തത്? എന്തിനാണത് ചെയ്തത്? ഞാൻ പതുക്കെ മടക്കിയ പേപ്പർ തുറന്നു. അതിലൊരു വരി മാത്രം, ഈ ലോറിയിൽ ഒരിക്കലും മൂന്നാമതൊരാളെ കയറ്റരുത്. അത്രമാത്രം. പേരില്ല, ഒപ്പില്ല, തീയതിയില്ല. ആ വാചകം വായിച്ച നിമിഷം എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ പാഞ്ഞു. കാരണം ഞാനിതുവരെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. പക്ഷേ അടുത്ത ദിവസം രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ക്ലീനർ വിജിൻ ആദ്യമായി ലോറിയിൽ കയറാനിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുറിപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ആ രാത്രി മറ്റൊരു പ്രശ്നവും കൂടാതെ ഞാൻ കോയമ്പത്തൂരിലെ ഗോഡൗണിലെത്തി. ചരക്കിറക്കുമ്പോഴും എൻ്റെ മനസ്സ് ആ കവറിലും ഫോട്ടോയിലും ആ വിചിത്രമായ കുറിപ്പിലുമായിരുന്നു. ഈ ലോറിയിൽ ഒരിക്കലും മൂന്നാമതൊരാളെ കയറ്റരുത്. ആ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ അതിനെ അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ ശ്രമിച്ചു. പഴയ ഡ്രൈവർമാർ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമോ? ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. രാവിലെ ചരക്കിറക്കിയ ശേഷം ഒരു ചെറിയ ഹോട്ടലിൽ കുളിച്ചു. പ്രഭാത ഭക്ഷണവും കഴിച്ചു. പിന്നീട് പാലക്കാട്ടേക്ക് തിരികെ പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. വിജിനായിരുന്നു. ചേട്ടാ, ഞാൻ കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട്. എവിടെയാണ്? അവൻ ലൊക്കേഷൻ പറഞ്ഞു. അവനെ വഴിയിൽ നിന്ന് കയറ്റാമെന്ന് ഞാൻ പറഞ്ഞു. വിജിനെ ഞാൻ വർഷങ്ങളായി അറിയാം. 24 വയസ്സുള്ളൊരു ചെറുക്കൻ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ലോറിയെക്കുറിച്ച് പഠിക്കാനുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു അവന്. ഭാവിയിൽ നല്ലൊരു ഡ്രൈവർ ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവനെ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. അടിപൊളി വണ്ടിയാണല്ലോ ചേട്ടാ. ക്യാബിനിൽ കയറിയ ഉടനെ അവൻ പറഞ്ഞു, ഇനി ഇത് നമ്മുടെ വണ്ടിയാണ്. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു.
വിജിൻ ക്യാബിനിൽ കയറി ചുറ്റും നോക്കുകയായിരുന്നു. ഡാഷ്ബോർഡിലെ ഗണപതി പ്രതിമ, പുതിയ സീറ്റ് കവർ, വൃത്തിയായി സൂക്ഷിച്ച ക്യാബിൻ. ചേട്ടാ, സൂപ്പർ മെയിൻ്റെനൻസ് ആണ്. അതെ, ഇനിയും കുറച്ച് ജോലികൾ ബാക്കിയുണ്ട്, ഞാൻ പറഞ്ഞു. ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ സൂര്യൻ നന്നായി തെളിഞ്ഞിരുന്നു. ഇന്നലത്തെ രാത്രിയിലെ ഭയം പതുക്കെ മനസ്സിൽ നിന്ന് മാറാൻ തുടങ്ങി. വിജിൻ ഓരോ കാര്യവും ചോദിച്ചുകൊണ്ടിരുന്നു. ചേട്ടാ, ഈ ഗിയർ മാറ്റുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബ്രേക്ക് എപ്പോഴാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്? കയറ്റത്തിൽ എങ്ങനെ ഓടിക്കണം? ഞാൻ ഓരോന്നിനും ക്ഷമയോടെ മറുപടി പറഞ്ഞു. ആ യാത്ര വീണ്ടും ഒരു സാധാരണ ദിവസമായി മാറുന്നത് പോലെ തോന്നി. ഉച്ചയോടെ ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഭക്ഷണം കഴിഞ്ഞ് ലോറിയിലേക്ക് നടക്കുമ്പോൾ വിജിൻ പെട്ടെന്ന് നിൽക്കുകയായിരുന്നു. എന്താ? ഞാൻ ചോദിച്ചു. അവൻ ക്യാബിൻ്റെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി. ചേട്ടാ, നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചിരിച്ചു. ഇല്ലല്ലോ. പക്ഷെ ഇപ്പോൾ ആരോ ക്യാബിൻ്റെ തിരശ്ശീല ഒന്ന് മാറ്റി നോക്കിയതുപോലെ തോന്നി. ഞാൻ ഉടനെ ക്യാബിൻ തുറന്ന് പരിശോധിച്ചു. ആരുമില്ല. എല്ലാം പഴയ പോലെ. കാറ്റിലിളകിയതാവും, ഞാൻ പറഞ്ഞു. പക്ഷേ കാറ്റ് തീരെ ഉണ്ടായിരുന്നില്ല. യാത്ര വീണ്ടും തുടർന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിജിൻ പതുക്കെ എന്നോട് ചോദിച്ചു. ചേട്ടാ, എന്താ? നിങ്ങൾ പറഞ്ഞില്ലേ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണെന്ന്? അതെ. ആദ്യത്തെ ഉടമ എന്തിനാണിത് വിറ്റത്? ഞാൻ കുറച്ച് നിമിഷം ആലോചിച്ചു. റഷീദിൻ്റെ ഫോൺ കോൾ ഓർമ്മ വന്നു. ആ വിചിത്രമായ കവർ, ആ കുറിപ്പ്. പക്ഷെ അതൊന്നും ഞാൻ വിജിനോട് പറഞ്ഞില്ല. ബിസിനസ് നിർത്തിയത് കൊണ്ടായിരിക്കും, ഞാൻ മറുപടി നൽകി. വിജിൻ തലകുലുക്കി. വൈകുന്നേരം പാലക്കാടിനടുത്തെത്തുമ്പോൾ ക്യാബിനുള്ളിൽ വീണ്ടുമായ പഴയ നനഞ്ഞ വസ്ത്രത്തിൻ്റെ മണം നിറഞ്ഞു. ഞാൻ ജനൽ തുറന്നു. വിജിനും അത് ശ്രദ്ധിച്ചു. ചേട്ടാ, എന്തോ ഒരു പഴയ മണമുണ്ട്. എനിക്കും തോന്നി. അവൻ ഡാഷ്ബോർഡിലേക്ക് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞാൽ പേടിക്കരുത്. പറ. വിജിൻ്റെ മുഖം വിളറിയിരുന്നു. നമ്മൾ 2 പേർ മാത്രമല്ല ഈ ക്യാബിനിൽ. ഞാൻ ഉടനെ ബ്രേക്ക് അമർത്തി. ലോറി റോഡരികിൽ നിർത്തി. എൻ്റെ ഹൃദയം ശക്തമായി മിടിക്കുകയായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞാൻ മാത്രം കണ്ടതായി കരുതിയ കാര്യങ്ങൾ ഇന്ന് വിജിനും അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ഉടനെ ലോറി റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. എൻജിൻ ഓഫ് ചെയ്തില്ല. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മുന്നിലെ റോഡിലേക്ക് നീണ്ടുപോയി. കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ 2 പേരും ഒന്നും സംസാരിച്ചില്ല. വിജിൻ, ഞാൻ പതുക്കെ ചോദിച്ചു. നീ എന്താണ് കണ്ടത്? അവൻ വിറക്കുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. കണ്ടതല്ല ചേട്ടാ. പിന്നെ? ആരോ എൻ്റെ തോളിൽ കൈവച്ചതുപോലെ തോന്നി. ഞാൻ ഉടനെ അവൻ്റെ തോളിലേക്ക് ടോർച്ചടിച്ചു. ഒന്നുമില്ല, ഒരു പൊടി പോലുമില്ല. നിനക്ക് ഉറക്കക്ഷീണമായിരിക്കും, ഞാൻ പറഞ്ഞെങ്കിലും ആ വാക്കുകൾ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ 2 പേരും ക്യാബിനിൽ നിന്നിറങ്ങി. ചുറ്റും നിശബ്ദത. ദൂരെയായി ഹൈവേയിലൂടെ ഒരു ടാങ്കർ ലോറി കടന്നുപോയ ശബ്ദം മാത്രം. ഞാൻ ക്യാബിൻ്റെ വാതിൽ തുറന്ന് അകത്ത് ടോർച്ച് തെളിച്ചു. ഡ്രൈവർ സീറ്റ്, ക്ലീനർ സീറ്റ്, പിന്നിലെ ചെറിയ ബെർത്ത്, എല്ലാം സാധാരണ. വിജിൻ പതുക്കെ ബെർത്തിൻ്റെ തിരശ്ശീല മാറ്റി. അവിടെയും ആരുമില്ല. അവൻ എന്നെ നോക്കി നിർബന്ധിച്ചൊന്ന് ചിരിച്ചു. ചേട്ടാ, ഞാൻ വെറുതെ പേടിച്ചു പോയതായിരിക്കും. ഞാനും തലകുലുക്കി. അതെ, യാത്രയുടെ ക്ഷീണമായിരിക്കും. വീണ്ടും യാത്ര തുടങ്ങി. പക്ഷേ ഇത്തവണ ക്യാബിനിൽ ആരും സംസാരിച്ചില്ല. റേഡിയോ പോലും ഓണാക്കിയില്ല. എഞ്ചിൻ്റെ ശബ്ദം മാത്രം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡാഷ്ബോർഡിൽ വെച്ചിരുന്ന 2 17 നമ്പറുള്ള താക്കോലുകളും ഒരുമിച്ച് ചെറിയ ശബ്ദത്തോടെ കിലുങ്ങി. വിജിൻ ഉടനെ അതിലേക്ക് നോക്കി. ചേട്ടാ, നിങ്ങളത് ഇളക്കിയോ? ഇല്ലല്ലോ. ഞങ്ങൾ 2 പേരും പരസ്പരം നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല. പാലക്കാടിനോടടുത്തപ്പോൾ മഴ തുടങ്ങി. വൈപ്പർ പതുക്കെ ചരിച്ചു. മഴത്തുള്ളികൾ ഗ്ലാസ്സിൽ പതിക്കുന്ന ശബ്ദം ക്യാബിനിൽ നിറഞ്ഞു. അതേസമയം റിയർ വ്യൂ മിററിലേക്ക് എൻ്റെ കണ്ണ് പതിച്ചു. പിന്നിലെ ബർത്തിൽ ഒരു നിഴലിരിക്കുന്നത് പോലെ. ഞാൻ ഉടനെ വീണ്ടും നോക്കി. ഒന്നുമില്ല. അതൊരു നിമിഷത്തെ കാഴ്ച മാത്രമായിരുന്നു. ഞാൻ മനസ്സിൽ തന്നെ പറഞ്ഞു, ഇതിനി മനസ്സിൻ്റെ കളിയാണ്. വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. ആതിര പുറത്തേക്ക് വന്നു. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ക്ഷീണിച്ചൊരു ചിരി മാത്രം നൽകി. കുഴപ്പമില്ല. ആ രാത്രി വിജിൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു. ചേട്ടാ, എന്താ? അവൻ ചുറ്റുമൊന്ന് നോക്കി. ശേഷം വളരെ പതുക്കെ പറഞ്ഞു,
ഞാൻ ഇന്നലെ വരെ ഇങ്ങനെയൊന്നും വിശ്വസിച്ചിരുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്യാബിനിൽ ഞാൻ കണ്ടത് മനുഷ്യനല്ല. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ തുടർന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എന്ത്? അത് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. അപ്പോൾ എന്തോ നമ്മളെവിടെയോ പോകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് റഷീദ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. നാളെ രാവിലെ എന്നെ നേരിൽ കാണണം. അടുത്ത ദിവസം റഷീദ് പറയാൻ പോകുന്ന സത്യം ഈ ലോറിയെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ധാരണകളും മാറ്റിമറിക്കുകയായിരുന്നു. ആ രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ റിയർവ്യൂ മിററിൽ കണ്ട ആ നിഴൽ, ഡാഷ്ബോർഡിലെ 217 നമ്പർ താക്കോലുകൾ, വിജിൻ പറഞ്ഞ വാക്കുകൾ എല്ലാം മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. രാവിലെ ആതിര ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചിന്തയിലായിരുന്നു. എന്താ ഇന്നലെ മുതലൊരു സമാധാനവുമില്ലല്ലോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, കുറച്ച് ക്ഷീണമുണ്ട്. സത്യത്തിൽ അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. രാവിലെ 10 മണിയോടെ ഞാൻ റഷീദിനെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹം പാലക്കാടിന് സമീപമുള്ള ഒരു ചെറിയ വർക്ക്ഷോപ്പിൻ്റെ ഓഫീസിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും അദ്ദേഹം എഴുന്നേറ്റു. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ ആ പുഞ്ചിരിക്കുള്ളിൽ കുറ്റബോധം വ്യക്തമായിരുന്നു. വാ അനീഷ്, ഇരിക്ക്. ഞാൻ നേരെ ചോദിച്ചു. ചേട്ടാ, എന്താണ് ഈ ലോറിയുടെ കഥ? അദ്ദേഹം ചായ ഓർഡർ ചെയ്തു. കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. ശേഷം ജനലിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഏകദേശം 5 വർഷം മുമ്പാണ് ഞാൻ ഈ ലോറി വാങ്ങിയത്. അതിനു മുമ്പ് ആരുടേതായിരുന്നു? സുരേഷ്. അയാൾ ഇപ്പോൾ എവിടെയാണ്? റഷീദ് പതുക്കെ തല ഉലുക്കി. എനിക്കറിയില്ല. ഞാൻ ഞെട്ടി. എന്താണ്? ഞാൻ വാങ്ങുമ്പോൾ സുരേഷ് നേരിട്ട് വന്നിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് വണ്ടി വിറ്റത്. എൻ്റെ മനസ്സിൽ സംശയങ്ങൾ കൂടി. എന്തിനാണ് വിറ്റത്? റഷീദ് മറുപടി പറയുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചു. അനീഷ്, ഞാൻ പറയാൻ പോകുന്നത് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവില്ല. എന്നാലും പറയൂ. ഈ ലോറിയുമായി ബന്ധപ്പെട്ട് പല കഥകളും കേട്ടിട്ടുണ്ട്. എന്ത് കഥ? രാത്രി യാത്രയിൽ ക്യാബിനിൽ മറ്റൊരാളുണ്ടെന്ന് ചിലർ പറഞ്ഞിരുന്നു. എൻ്റെ ശരീരം ഒന്ന് തണുത്തു. കാരണം അതേ അനുഭവം എനിക്കും വിജിനും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. റഷീദ് തുടർന്നു. വണ്ടി വാങ്ങിയിട്ട് 2 വർഷം ഞാൻ ഓടിച്ചു. പിന്നെ ആദ്യ വർഷം ഒന്നും ഉണ്ടായില്ല. 2ാം വർഷം അദ്ദേഹം സംസാരിക്കുന്നത് നിർത്തി. കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രി വാളയാർ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വരികയായിരുന്നു. എൻ്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായി. അപ്പോൾ റിയർവ്യൂ മിററിൽ ആരോ പിന്നിലിരിക്കുന്നത് പോലെ തോന്നി. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും മിററിൽ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണടച്ചു. വീണ്ടും ഉണ്ടായിരുന്നു. ഞാൻ ശാന്തമായി ചോദിച്ചു. അതുകൊണ്ടാണോ വണ്ടി വിറ്റത്? റഷീദ് തല ഉലുക്കി. അല്ല. പിന്നെ? അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് പഴയൊരു താക്കോലെടുത്തു. അതിൽ കൊത്തിയിരുന്നത് 17. എൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഒരേ നമ്പർ. ഇത് 3ാമത്തെ താക്കോൽ, അദ്ദേഹം പറഞ്ഞു. എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. 3 താക്കോലുകളോ? അതെ. പക്ഷേ ലോറിക്ക് 2 താക്കോൽ മാത്രമല്ല ഉണ്ടാവൂ. റഷീദ് പതുക്കെ മറുപടി പറഞ്ഞു. അതാണ് എനിക്കും ഇതുവരെ മനസ്സിലാകാത്തത്. അദ്ദേഹം മേശയുടെ ഡ്രോയർ തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു പഴയ ഡയറി എടുത്തെൻ്റെ മുന്നിൽ വെച്ചു. ഡയറിയുടെ ആദ്യ പേജിൽ എഴുതിയിരുന്നത്, ഈ ഡയറി വായിക്കുന്ന ആളോട് ഒരപേക്ഷ. ഞാൻ പറയുന്നത് മുഴുവൻ വായിച്ചിട്ട് മാത്രമേ ഈ ലോറിയിൽ വീണ്ടും രാത്രി യാത്ര പോകാവൂ. ഞാൻ പതുക്കെ ഡയറിയുടെ ആദ്യ പേജ് തുറന്നു. അതിനുള്ളിൽ ആദ്യ വരിയായി എഴുതിയിരുന്നത്, എൻ്റെ പേര് സുരേഷ്. ഞാൻ ഈ കഥ എഴുതുന്നത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല എന്നതിനാലാണ്. എൻ്റെ വിരലുകൾ അറിയാതെ വിറച്ചു. കാരണം ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ഈ ലോറിയുടെ യഥാർത്ഥ ചരിത്രമായിരുന്നു. ഞാൻ ആ പഴയ ഡയറി 2 കൈകൊണ്ടും എടുത്തു. അതിൻ്റെ പുറംചട്ട തവിട്ട് നിറമായിരുന്നു. അരികുകൾ കീറിയിട്ടുണ്ട്. പേജുകൾക്ക് മഞ്ഞ നിറം പിടിച്ചിരുന്നു. പഴയ കടലാസിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു. ഡയറിയുടെ ആദ്യ പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നത്, ഈ ഡയറി വായിക്കുന്ന ആളോട് ഒരപേക്ഷ. ഞാൻ എഴുതിയത് കഥയല്ല,
പക്ഷെ നിങ്ങളിതൊരു കഥയായി മാത്രം വായിച്ചാൽ മതിയാകൂ. ഞാൻ റഷീദിനെ നോക്കി. ഇത് ശരിക്കും സുരേഷ് എഴുതിയതാണോ? റഷീദ് തലകുലുക്കി. ലോറി വാങ്ങിയപ്പോൾ പഴയ രേഖകളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തിനാണ് ഇത് എനിക്ക് നേരത്തെ തന്നില്ല? അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഞാൻ തന്നെ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല അനീഷ്. ഞാൻ ആദ്യ പേജ് മറിച്ചു. അതിൽ തീയതി എഴുതിയിരുന്നു 15 ജൂൺ 2020. അതിന് താഴെ എൻ്റെ പേര് സുരേഷ്. 15 വർഷമായി ഞാൻ ലോറി ഓടിക്കുന്നു. ഈ ഡയറി ഞാൻ എഴുതുന്നത് ഒരു കാരണത്താലാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോറി വാങ്ങുന്ന അടുത്ത ആളെങ്കിലും സത്യം അറിയണം. ഞാൻ അറിയാതെ ഒരു ദീർഘശ്വാസം വിട്ടു. ഡയറിയിലെ ഓരോ വരിയും വളരെ വ്യക്തമായ കൈയക്ഷരത്തിലായിരുന്നു. സുരേഷ് എഴുതുന്നത് തുടർന്നു. എനിക്ക് ആദ്യമൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. റിയർ വ്യൂ മിററിൽ കണ്ട ആളെ കണ്ടപ്പോൾ ഉറക്ക ക്ഷീണമാണെന്ന് കരുതി. ക്യാബിനിൽ ശബ്ദം കേട്ടപ്പോൾ മെക്കാനിക്കൽ പ്രശ്നമാണെന്ന് കരുതി. പക്ഷേ ഒരു രാത്രി എനിക്ക് മനസ്സിലായി, ആരോ എന്നെ പേടിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ആ അവസാന വരി വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. അതേ കാര്യം തന്നെയല്ലേ വിജിനും പറഞ്ഞത്? അത് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല, എന്തോ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ഞാൻ റഷീദിനെ നോക്കി. അദ്ദേഹവും അത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അടുത്ത പേജ് തുറന്നു. അവിടെ ഒരു ചെറിയ മാപ്പ് വരച്ചിരുന്നു. വാളയാർ കഴിഞ്ഞുള്ള ഹൈവേയുടെ ഒരു ഭാഗം. ഒരു സ്ഥലത്ത് ചുവന്ന പേന കൊണ്ട് വട്ടമിട്ടിട്ടുണ്ട്. അതിനരികിൽ എഴുതിയിരുന്നു, എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. കാരണം ആ സ്ഥലത്തു കൂടിയാണ് ഞാൻ ആദ്യ രാത്രിയിൽ യാത്ര ചെയ്തത്. അടുത്ത പേജിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിരുന്നു. ഞാൻ അത് സൂക്ഷിച്ചു നോക്കി. അതിൽ അതേ ലോറി, അതേ നമ്പർ. ലോറിയുടെ മുന്നിൽ സുരേഷ് നിൽക്കുന്നു. പക്ഷേ റിയർ വ്യൂ മിററിൽ മാത്രം സുരേഷിന് പിന്നിൽ ഒരു മങ്ങിയ മനുഷ്യരൂപം പ്രതിഫലിച്ചിരുന്നു. ഞാൻ കണ്ണുകൾ ചുരുട്ടി വീണ്ടും നോക്കി. അത് ക്യാമറയുടെ നിഴലാകാമെന്നും തോന്നി, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ കളിയാകാം. ഞാനൊരു നിഗമനത്തിലേക്കും എത്തിയില്ല. അപ്പോഴാണ് ഡയറിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പേപ്പർ താഴെ വീണത്. ഞാനതെടുത്തു. അതിലൊരു വരി മാത്രം. 17-ാം കിലോമീറ്റർ കല്ല് കടന്നാൽ മിററിലേക്ക് നോക്കരുത്. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. കാരണം ആദ്യ രാത്രിയിൽ ഡാഷ്ബോർഡിൽ കണ്ടിരുന്ന 2 താക്കോലുകളിലും എഴുതിയിരുന്നത് 17. അതേസമയം ഡയറിയിൽ പറയുന്നത് 17-ാം കിലോമീറ്റർ. ഇത് വെറും യാദൃച്ഛികമാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇനിയും വലിയൊരു രഹസ്യമുണ്ടോ? ഞാൻ പതുക്കെ അടുത്ത പേജ് തുറന്നു. അതിൽ ആദ്യ വരിയായി എഴുതിയിരുന്നത്, ആ രാത്രിയിൽ ഞാൻ ചെയ്ത ഒരു തെറ്റാണ് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത്. ഞാൻ റഷീദിനെ നോക്കി. അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു, അനീഷ്, ആ പേജ് വായിച്ചു കഴിഞ്ഞാൽ ഈ ലോറി വിറ്റത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാകൂ. റഷീദ് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ പേജ് വായിച്ചു കഴിഞ്ഞാൽ ഈ ലോറി വിറ്റത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാകും. ഞാൻ പതുക്കെ അടുത്ത പേജ് തുറന്നു. ഡയറിയിലെ കൈയക്ഷരം മുമ്പത്തതിനേക്കാൾ വിറയലോടെ എഴുതിയതുപോലെ തോന്നി. ആദ്യ വരി ഇങ്ങനെയായിരുന്നു, 2020 ജൂലൈ 2. ആ രാത്രിയിൽ ഞാനൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഓരോ വരിയും ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് രാത്രി മടങ്ങുകയായിരുന്നു. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. വാളയാർ കഴിഞ്ഞപ്പോൾ റോഡരികിൽ ഒരാൾ കൈ കാണിക്കുന്നത് കണ്ടു. വെള്ള ഷർട്ടും കറുത്ത മുണ്ടും ധരിച്ചിരുന്ന ഏകദേശം 50 വയസ്സുള്ള ഒരാൾ. രാത്രിയായതുകൊണ്ട് ബസ് കിട്ടിയിട്ടുണ്ടാകില്ലെന്ന് കരുതി ഞാൻ ലോറി നിർത്തി. ഞാൻ അറിയാതെ റഷീദിനെ നോക്കി. അദ്ദേഹം ശാന്തമായിരിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും വായിച്ചു. അയാൾ ക്യാബിനിൽ കയറി. ഒന്നും സംസാരിച്ചില്ല. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അയാൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു, മുന്നോട്ട് പോ, നിർത്തരുത്. ഡയറിയിലെ കൈ അക്ഷരങ്ങൾ കൂടുതൽ വിറയലോടെ മാറി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിയർ വ്യൂ മിററിൽ ഞാൻ നോക്കി. പിന്നിലെ ബർത്തിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടനെ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും മിററിൽ നോക്കി. ഇത്തവണ ക്യാബിനിൽ കയറ്റിയ ആ മനുഷ്യൻ മിററിൽ കാണുന്നില്ല. എൻ്റെ ഒരു വിരലുകൾ ഡയറിയുടെ പേജിൽ നിശ്ചലമായി. സുരേഷ് തുടർന്ന് എഴുതിയിരുന്നു, എൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ആരാണ് യാത്ര ചെയ്തതെന്ന് ഇന്നുവരെ എനിക്കറിയില്ല. പക്ഷേ ആ രാത്രി ഞാൻ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. അപകടമോ?
എന്തപകടം? ഞാൻ അടുത്ത ഭാഗം വായിച്ചു. വാളയാർ ഇറക്കത്തിൽ ഒരു വലിയ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് എൻ്റെ ലൈനിലേക്ക് വന്നു. ഞാനൊരു നിമിഷം നേരത്തെ ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ബ്രേക്ക് അമർത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എൻ്റെ തോളിൽ ആരോ ശക്തമായി കൈവച്ചിരുന്നു. എൻ്റെ മനസ്സിലേക്കുടനെ വിജിൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ആരോ എൻ്റെ തോളിൽ കൈവച്ചതുപോലെ തോന്നിയെന്ന്. ഞാൻ റഷീദിനെ നോക്കി. അദ്ദേഹം അത് ഓർത്തതുപോലെ ശാന്തനായിരുന്നു. ഡയറിയുടെ അവസാന വരികൾ ഞാൻ പതുക്കെ വായിച്ചു. ആ രാത്രിക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലോറിയിൽ എന്തോ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ അത് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഓരോ തവണയും എന്തോ വലിയ അപകടം വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഡയറി അടച്ചു. മുറിയിൽ നിശബ്ദത. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ റഷീദിനോട് ചോദിച്ചു, ചേട്ടാ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? റഷീദ് എൻ്റെ ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം പതുക്കെ മേശയുടെ ഡ്രോയറിൽ നിന്ന് ഒരു പഴയ പത്രകഷ്ണമെടുത്ത് എൻ്റെ കയ്യിൽ നൽകി. അതിൻ്റെ തലക്കെട്ട് വായിച്ച നിമിഷം എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. വാളയാർ ഹൈവേയിൽ ദുരൂഹ സാഹചര്യത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ വാർത്തയിലെ ലോറിയുടെ ഫോട്ടോ ഞാൻ വാങ്ങിയ അതേ ലോറിയുടേതായിരുന്നു. ആ പഴയ പത്രകഷ്ണം ഞാൻ പതുക്കെ കയ്യിലെടുത്തു. അത് വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു. മഞ്ഞ നിറം പിടിച്ച ഒരു കടലാസ്. ചില ഭാഗങ്ങൾ കീറിയിരുന്നു. പക്ഷേ തലക്കെട്ട് വ്യക്തമായിരുന്നു. വാളയാർ ദേശീയപാതയിൽ ലോറി അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞാൻ വാർത്ത മുഴുവൻ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. വാർത്തയിൽ എഴുതിയിരുന്നത്, കനത്ത മഴയുള്ള രാത്രിയിൽ ഒരു കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് കയറി. അതേ സമയത്ത് വന്നിരുന്ന ചരക്ക് ലോറി അപകടത്തിൽപ്പെടാനിരിക്കെ ഡ്രൈവർ അവസാന നിമിഷം വാഹനം നിയന്ത്രിച്ച് വലിയ ദുരന്തം ഒഴിവാക്കി. ആ ലോറിയുടെ നമ്പർ ഞാൻ വാങ്ങിയ അതേ ലോറിയുടേതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. സുരേഷ് ഡയറിയിൽ എഴുതിയ സംഭവവും പത്രത്തിൽ വന്ന വാർത്തയും ഒരേ രാത്രിയിലേതായിരുന്നു. ഞാൻ റഷീദിനെ നോക്കി. അപ്പോൾ സുരേഷ് പറഞ്ഞത് കള്ളമല്ലല്ലേ? റഷീദ് പതുക്കെ തലകുലുക്കി. അപകടം നടന്നത് സത്യമാണ്. പക്ഷെ അദ്ദേഹം അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. റഷീദ് പിന്നെ ഒരു ഫയൽ എൻ്റെ മുന്നിലേക്ക് നീക്കി. ഇത് നോക്ക്. അതിനുള്ളിൽ സർവീസ് രേഖകളും പഴയ ബില്ലുകളും ഉണ്ടായിരുന്നു. ഒരു ബില്ലിൽ മാത്രം ചുവന്ന പേന കൊണ്ട് വട്ടമിട്ടിരുന്നു. റിയർവ്യൂ മിറർ റീപ്ലേസ്ഡ്. തീയതി അപകടം നടന്നതിന് 2 ദിവസത്തിന് ശേഷം. റിയർവ്യൂ മിറർ മാത്രം എന്തിനാണ് മാറ്റിയത്? ഞാൻ ചോദിച്ചു. റഷീദ് പറഞ്ഞു, വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിനോട് ഞാൻ ചോദിച്ചിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞു? അപകടത്തിൽ മിറർ പൊട്ടിയെന്ന്. അദ്ദേഹം ഒരു നിമിഷം നിർത്തി. പക്ഷേ സുരേഷ് പറഞ്ഞത് വേറെയായിരുന്നു. എന്ത്? റഷീദ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മിററിൽ ഞാൻ വീണ്ടും നോക്കാൻ ആഗ്രഹിച്ചില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു വിറയൽ പാഞ്ഞു. ആദ്യ രാത്രി ഞാനും പലതവണ ആ മിററിലേക്ക് നോക്കിയിരുന്നു. റിയർവ്യൂ മിററിൽ കണ്ട ആ നീയൽ, അത് ശരിക്കും എൻ്റെ ക്ഷീണം കൊണ്ടുണ്ടായ തോന്നലായിരുന്നു. അല്ലെങ്കിൽ? റഷീദ് എഴുന്നേറ്റു. അനീഷ്, പറയൂ, നീ ഈ ലോറി വിറ്റാൽ ഞാൻ കുറ്റം പറയില്ല. ഞാനൊന്ന് ചിരിച്ചു. ഇല്ല ചേട്ടാ, ഉറപ്പാണോ? ഞാൻ ഇതുവരെ കണ്ടതൊന്നും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അതെ, അദ്ദേഹവും സമ്മതിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ലോറിയുടെ പിന്നിലൊരു രഹസ്യമുണ്ട്. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്ത്? ഡയറിയുടെ അവസാന പേജുകൾ വായിക്കണം. ഞാൻ ഡയറി വീണ്ടും തുറന്നു. അവസാന ഭാഗത്തെ പേജുകൾ ഇതുവരെ ഞാൻ വായിച്ചിരുന്നില്ല. ആദ്യ വരി വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഈ ഡയറി വായിക്കുന്ന ആൾ ഇപ്പോഴും ലോറി ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരപേക്ഷ മാത്രം. 17-ാം കിലോമീറ്റർ കല്ലിന് സമീപം നിർത്തി റോഡരികിലുള്ള പഴയ ആൽമരത്തിലേക്ക് ഒരിക്കൽ മാത്രം നോക്കുക. അതിനുശേഷം ഈ കഥയുടെ അവസാന ഭാഗം നിനക്ക് മനസ്സിലാകൂ. ഞാൻ ഡയറി അടച്ചു. റഷീദ് എന്നെ നോക്കി. നീ പോകുമോ? ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ വീണ്ടും തുടങ്ങി. എൻ്റെ മനസ്സിലൊരു ചിന്ത മാത്രം. സുരേഷ് എഴുതിയ അവസാനത്തെ സത്യമറിയാൻ ഞാൻ വീണ്ടും ആ വഴിയിലൂടെ പോകേണ്ടി വരും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ രാത്രിയായി മാറുമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. ആ രാത്രി ഞാൻ വീട്ടിലെത്തിയിട്ടും മനസ്സിനൊരു സമാധാനവും ഉണ്ടായില്ല. ഡയറിയിലെ അവസാന വരികൾ വീണ്ടും ഓർമ്മ വന്നു. 17-ാം കിലോമീറ്റർ കല്ലിന് സമീപം നിർത്തി റോഡരികിലുള്ള പഴയ ആൽമരത്തിലേക്ക് ഒരിക്കൽ മാത്രം നോക്കുക.
ആതിര എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ, കുറച്ച് ദിവസമായി ആകെ മാറിയ പോലെ? ഞാൻ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, ജോലി ടെൻഷനാ. അവൾ വിശ്വസിച്ചില്ല, പക്ഷേ കൂടുതലൊന്നും ചോദിച്ചില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് അതേ റൂട്ടിലേക്ക് ഒരു ലോഡ് കിട്ടി. പാലക്കാട്, കോയമ്പത്തൂർ. ഈ തവണ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിജിനോട് വരണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ രഹസ്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് തോന്നി. രാത്രി വാളയാർ പിന്നിട്ടു. മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. ഡയറിയിൽ പറഞ്ഞ ഓരോ കാര്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡരികിലൊരു കല്ല് കണ്ടു. അതിലെഴുതിയിരുന്നത് 17 കിലോമീറ്റർ. ഞാൻ പതുക്കെ ലോറി സൈഡിലേക്ക് ഒതുക്കി. എൻജിൻ ഓഫ് ചെയ്തില്ല. ഹസാർഡ് ലൈറ്റുകൾ ഓണാക്കി. പുറത്തേക്കിറങ്ങി. മഴത്തുള്ളികൾ മുഖത്തേക്ക് വീണു. റോഡരികിൽ ഡയറിയിൽ പറഞ്ഞതുപോലെ ഒരു വലിയ ആൽമരം. ഞാൻ പതുക്കെ അതിലേക്ക് നടന്നു. ആൽമരത്തിൻ്റെ താഴെ പഴയ ഒരു ചെറിയ കൽത്തറ ഉണ്ടായിരുന്നു. അതിലാരോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച പൂക്കളുടെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ. ഒരു ചെറുവിളക്ക്. പൊടി പിടിച്ച നിലയിൽ അവിടെ ഒരു ചെറിയ കല്ലിൽ കൊത്തിയിരുന്നു. അജ്ഞാത യാത്രക്കാരുടെ സ്മരണയ്ക്ക്. എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ പാഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ഹോൺ ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു കണ്ടെയ്നർ ലോറി അതിവേഗത്തിൽ എൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഞാൻ ഉടനെ റോഡിൽ നിന്ന് മാറി. ലോറി എന്നെ കടന്നുപോയി. അത് കടന്നു പോകുന്ന നിമിഷം എൻ്റെ സ്വന്തം ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ 3 തവണ തുടർച്ചയായി മിന്നി. ഞാൻ ഞെട്ടി. ആ സമയത്താണ് റോഡിൻ്റെ നടുവിലൂടെ ഒരു കാട്ടുപോത്ത് ഓടിക്കയറിയത്. ഞാൻ എൻ്റെ ലോറിയിൽ തന്നെ ആയിരുന്നെങ്കിൽ ആ കണ്ടെയ്നർ ഡ്രൈവർ അതിനെ ഒഴിവാക്കാൻ വെട്ടിക്കുമ്പോൾ വലിയൊരു അപകടം സംഭവിച്ചേനെ. ഞാൻ നിശ്ചലനായി നിന്നു. എൻ്റെ കൈകൾ തണുത്തുപോയിരുന്നു. ഞാൻ പതുക്കെ ലോറിയിലേക്ക് തിരികെ നടന്നു. ക്യാബിനിൽ കയറി. ഡാഷ്ബോർഡിൽ വെച്ചിരുന്ന 217 നമ്പർ താക്കോലുകൾ കാണാനില്ല. ഞാൻ മുഴുവൻ ക്യാബിനും പരിശോധിച്ചു. സീറ്റിന് താഴെ ഗ്ലോ ബോക്സിൽ, ബെർത്തിൽ ഒരിടത്തുമില്ല. അവ അപ്രതീക്ഷിതമായിരിക്കുന്നു. അതിനു പകരം ഡാഷ്ബോർഡിൽ ആതിര തന്ന ചെറിയ കുറിപ്പ് മാത്രം. സുരക്ഷിതമായി വീട്ടിൽ തിരികെ എത്തണം. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. ലോറി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ ക്യാബിനിൽ നനഞ്ഞ വസ്ത്രത്തിൻ്റെ മണമില്ല. മുട്ടുന്ന ശബ്ദമില്ല. റിയർവ്യൂ മിററിൽ നീയലില്ല. എല്ലാം സാധാരണ. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം ഞാൻ ഡയറി വീണ്ടും തുറന്നു. അവസാന പേജിൽ ഞാൻ മുമ്പ് ശ്രദ്ധിക്കാതിരുന്നൊരു ചെറിയ വരി ഉണ്ടായിരുന്നു. നീ ഈ വരി വായിക്കുന്നുണ്ടെങ്കിൽ നീ സുരക്ഷിതനാണ്. ഇനി ഈ ലോറിയെ പേടിക്കണ്ട. എപ്പോഴും റോഡിനെ ബഹുമാനിച്ചോടിക്കുക. അതിന് താഴെ സുരേഷ്. ആ ഡയറി ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലോറിയും ഇന്നും എൻ്റെ കൈവശമുണ്ട്. പക്ഷേ ആ രാത്രിക്ക് ശേഷം ആ ലോറിയിൽ ഒരിക്കലും അസ്വാഭാവികമായി ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്. ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതല്ല. ചിലത് ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിരിക്കും വരുന്നത്. ഈ കഥ പൂർണ്ണമായും സാങ്കല്പികമാണ്. വിനോദത്തിനായി മാത്രം തയ്യാറാക്കിയതാണ്. അവസാനിച്ചു. നന്ദി.